ഹലോ ഡിയേഴ്സ്, ഞങ്ങളുടെ യൂറോപ്യൻ ട്രിപ്പിൻ്റെ 7ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് 2025 മെയ് 10 ഈ സംഭവം. ഒരുപക്ഷെ ഞങ്ങളുടെ 13 ദിവസത്തെ യൂറോപ്യൻ ട്രിപ്പിലെ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഒരു ദിവസമാണ്. കാരണം ഞാൻ ഒരുപാട് നാളായിട്ട് സ്വപ്നം കണ്ടിരുന്ന ഒരു കാര്യമാണ് ആ ദിവസം സഫലീകരിച്ചത്. അതായത് സ്വിറ്റ്സർലാൻഡ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ദിവസം പാരീസിലെ ഐഫൽ ടവർ, പിന്നെ ആംസ്റ്റർഡാമിലെ ടുലിപ്പ് ഗാർഡൻ, അങ്ങനെ വന്ന അതുപോലെ ടിറ്റിസിയിലെ നമ്മുടെ കുക്കു ബേർഡ്, ബ്ലാക്ക് ഫോറസ്റ്റ്, ജർമ്മനിയിൽ റൈൻ റിവർ, റൈൻ ഫോൾസ്, ഇതെല്ലാം തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലം, അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ മറക്കത്തേ ഇല്ല. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് പോകണമെന്ന് പോലും തോന്നിയില്ല. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് സ്വിറ്റ്സർലാൻഡ്. നമ്മൾ പിക്ചേഴ്സിലൊക്കെ കണ്ട സ്ഥലങ്ങൾ നേരിട്ട് കാണുമ്പോൾ ഉണ്ടായൊരു സന്തോഷം ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ല. അത്രമാത്രം ഭംഗിയുള്ള ഒരു സ്ഥലമാണ് സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഭംഗിയൊന്നും ഈ മൊബൈൽ ക്യാമറയിലൂടെയൊന്നും പകർത്താനൊന്നും പറ്റിയിട്ടില്ല. മൊത്തത്തിലൊന്നും ഈ വീഡിയോയിലൊന്നും നമുക്കതിൻ്റെ ഭംഗി പൂർണ്ണമായിട്ടൊന്നും കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെ വളരെ എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് എഗൽബർഗ്, മൗണ്ട് ടിറ്റ്ലസിലും അതുപോലെ ലുസേൺ ടൂറിലും. അപ്പോൾ ലുസേൺ എന്ന് പറയുന്ന ഒരു സ്വിറ്റ്സർലാൻഡിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ്. അതുപോലെ തന്നെ മൗണ്ട് ടിറ്റ്ലസ് മഞ്ഞ് മൂടിക്കിടക്കുന്ന വളരെ ഭംഗിയുള്ള ഒരു മൗണ്ടൻ ടോപ്പാണ്. അപ്പം അത് ആൽപ്സ് മലനിരകളിലെ ഒരു ഭാഗമാണ് മൗണ്ട് ടിറ്റ്ലസ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞങ്ങളിങ്ങനെ പോകുന്നത്. അപ്പോൾ എല്ലാ ദിവസത്തെ പോലെയും രാവിലെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോവാണ്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ കൺട്രീസ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ബിക്കോസ് ഓഫ് ദ ഗ്രാസ് ലാൻഡ്സ്, ആ ഒരു ലാൻഡ്സ്കേപ്പ് ഒക്കെ കാരണം വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ കൺട്രിയാണ് സ്വിറ്റ്സർലാൻഡ്. ഓക്കെ, നൗ അറൌണ്ട് 8.8 മില്യൺ ആൾക്കാരാണ് പോപ്പുലേഷൻ. ശരിക്കും പറഞ്ഞാൽ വളരെ കുറവാണ്. 8.8 മില്യൺ ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ബേസിക്കലി ഇവിടെ ഒരു ലാംഗ്വേജിലേക്ക് വരുവാണെങ്കിൽ ദർ ആർ പീപ്പിൾ ഹു ടോക്ക് ജർമ്മൻ, ഫ്രഞ്ച്, ഇറ്റാലിയൻ സംസാരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ റോമാനിഷ് സംസാരിക്കുന്നവരുണ്ട്. സോ ബേസിക്കലി ഇറ്റ്സ് എ മിക്സ് ഓഫ് ലാംഗ്വേജസ് സംസാരിക്കുന്നവരാണ് ഇൻ സ്വിറ്റ്സർലാൻഡ്. ആൻഡ് പോപ്പുലേഷൻ ഞാൻ പറഞ്ഞു. ആൻഡ് ഏറ്റവും കൂടുതൽ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉള്ളൊരു കൺട്രിയാണ്. ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആണ്. സെയിം ടൈം ഇറ്റ് ഇസ് വെരി എക്സ്പെൻസീവ് ആയിട്ടൊരു രാജ്യമാണ്. സോ ഇഫ് യു ജസ്റ്റ് ഗോ ദെയർ, നമ്മൾ ഷോപ്സിലൊക്കെ ചെല്ലുമ്പോൾ തന്നെ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. റേറ്റ് വൈസ് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും. പക്ഷേ ഈവൻ ദോ ദ തിങ്സ് ആർ എക്സ്പെൻസീവ്, ഇവിടുത്തെ ഇൻകം ഇസ് കൂടുതൽ ഇൻകം ഉണ്ട്, ഹയർ ഇൻകം ആണ്. സോ ദ റീസൺ ദാറ്റ് ഇറ്റ് ഇസ് ഓക്കെ. സോ അതുകൊണ്ട് തന്നെ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് യു ഹാവ്, അത് വെൽ പെയ്ഡ്. ഒരു ലൈഫ് എക്സ്പെക്ടൻസിയിലേക്ക് വരുവാണെങ്കിൽ ഒരു 80 to 84 ഇയേഴ്സ് വരെയാണ് ആവറേജ് ഏജ് ഓഫ് എ പേഴ്സൺ, വിച്ച് മീൻസ് ഇറ്റ് ഇസ് ഹൈ കമ്പയർഡ്, ഇറ്റ് ഇസ് ഹയർ. ആൻഡ് മെയിൻ ആയിട്ടുള്ള സിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് ബേൺ ആണ് ക്യാപിറ്റൽ വരുന്നത്. ബേൺ ഇസ് ദ ക്യാപിറ്റൽ ഓഫ് സ്വിറ്റ്സർലാൻഡ്, വിച്ച് ഇസ് BERN. ആൻഡ് അനദർ മേജർ സിറ്റീസ് വരുന്നത് ഒന്ന് സൂറിക് ഒന്ന്, അഗൈൻ ലൂസേൺ, ജനീവ. ഓക്കെ, ദീസ് ആർ ദ മേജർ സിറ്റീസ് വരുന്നത്. അതിനകത്ത് ജനീവ, ടു സേ അബൌട്ട് ജനീവ, ഇറ്റ്സ് ലൈക്ക് യുനെസ്കോ അല്ല, UN-ന്റെ തലസ്ഥാനമാണ്, ക്യാപിറ്റൽ സിറ്റിയാണ്. അതുപോലെ തന്നെ ദ റെഡ് ക്രോസ്, ഇതുപോലത്തെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിൻ്റെയൊക്കെ ക്യാപിറ്റലാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ്. ഓക്കെ, അതുപോലെ തന്നെ സൂറിക് ഇസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് സിറ്റിയാണ് ഇൻ സ്വിറ്റ്സർലാൻഡ്. And also Luzern is basically a place with a picture square lake. Picture square lake ഒക്കെ ഉള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റിയാണ്, which is more into tourism, like ഒരു city. Also it has some historical places like Capel Bridge ഉണ്ട്, again the Swiss നമ്മുടെ lion monuments ഉണ്ട്. So these places are there. ഇവിടെ മെയിൻ ലിവിംഗ് ഇൻകം ബേസിക്കലി പല സ്ഥലങ്ങളിലും ഇപ്പോൾ ടൂറിസം ഉണ്ട്, ടൂറിസം സർവീസ് ഇൻഡസ്ട്രി വളരെ ഇതാണ്. അതുപോലെ തന്നെ ബാങ്കിങ് ഇൻഡസ്ട്രി, സർവീസ് ഇൻഡസ്ട്രി ടോപ്പിൽ നിൽക്കുന്നത്. Agriculture ഉണ്ട്, but see basically Switzerland is a landlocked country. They do depend on other countries. Okay, so because basically നിങ്ങൾ താഴെ go to Austria is a three landlocked country എന്ന് പറയുന്നത്. Because സ്വിറ്റ്സർലൻഡും അതുപോലെ തന്നെ one more country, they are both, all the countries are depending on other
countries for their resource. Okay. Okay. Now, പക്ഷേ high standard of living ആണ് ഞാൻ പറഞ്ഞത്. Again, when it comes to the old age, they do get a good support from the government. Government നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഒരു ഓൾഡ് ഏജ് പെൻഷൻസ് ആയാലും ഒരുപാട് ബെനിഫിറ്റ്സ് സ്വിറ്റ്സർലൻഡിലുണ്ട്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് സിറ്റി നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം, ബെസ്റ്റ് കൺട്രി എന്ന് വേണമെങ്കിൽ പറയാം സ്വിറ്റ്സർലൻഡ്. ഓക്കെ, സോ അതിൽ നമ്മൾ പോകുന്ന സ്ഥലങ്ങളാണ് ഒന്ന് ടിറ്റ്ലെസ്. സോ ഇന്നലെ നമ്മൾ പോയതാണ് ടിറ്റിസി. ടുഡേ വി ആർ ഗോയിങ് ടു ടിറ്റ്ലെസ്. ഓക്കെ, ടിറ്റ്ലെസ് മൗണ്ടൻ. സോ ദർ ആർ 3 മെയിൻലി മൗണ്ടൻസ് ആണ് നമ്മൾ കൂടുതലും ഉള്ളത്. ഒന്ന് വരുന്നത് ടിറ്റ്ലെസ്, രണ്ടാമത് യുംഫ്രോ, ആൻഡ് ദർ ഇസ് അനദർ വൺ കോൾഡ് പിലാത്തോസ്. ഈ മൂന്നെണ്ണമാണ് മോറോലെസ് ഒരു ടൂറിസ്റ്റ് ഇതിലേക്ക് വരുമ്പോൾ മെയിൻ മൗണ്ടൻസ് ആയിട്ട് വരുന്നത്. സോ അതിനകത്ത് വി ആർ ഗോയിങ് ടു ടിറ്റ്ലെസ് വിച്ച് ഇസ് അറൌണ്ട് 10,000 feet ഹൈ. സോ ആൽപ്സ് പർവ്വതമാണ്. ആൻഡ് ഇന്ന് ഞാൻ പറഞ്ഞത് ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഹൗ ദ പ്രൊസീജിയർ ടു ഗോ ഇൻസൈഡ്. കാണുന്നില്ലേ? ഓക്കെ, സോ വി സ്റ്റാർട്ട് വിത്ത്. സോ നമ്മൾ ഫസ്റ്റ് നമ്മളിപ്പോൾ അവിടെ എത്തുന്നു. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. പ്രൊസീജിയർ അല്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവിടെ എത്തും. എൻ്റെ ഇൻസ്ട്രക്ഷൻ കേട്ടാൽ മാത്രം മതി അവിടെ. ദാറ്റ്സ് ഓൾ. ഇറ്റ്സ് വെരി ഈസി. വി ഗോ ദെയർ. പെട്ടെന്ന് എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങുക. സെയിം ടൈം ഞാൻ കാണിച്ചു തരും എവിടെ നിങ്ങൾ വരണം എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് വാഷ്റൂം യൂസ് ചെയ്യാൻ ഇസ് ഇറ്റ് ഇഫ് ഇറ്റ്സ് ഏർജന്റ് ആണെങ്കിൽ ഏർജന്റ്, അല്ലെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ് ബിക്കോസ് മേളിലൊക്കെ വാഷ്റൂംസ് ഉണ്ട്. ഓക്കെ, സോ ദ മൊമെന്റ് വി ഗെറ്റ് ഡൗൺ ഐ ഗോ ആൻഡ് ടേക്ക് എ ടിക്കറ്റ്. ഞാൻ ടിക്കറ്റ് എടുക്കും. ടിക്കറ്റ് എടുത്തിട്ട് അത് നിങ്ങൾ ലൈനിൽ നിൽക്കുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. നേരെ നമ്മൾ ഒരു എസ്കലേറ്ററിൽ കയറുന്നു. നേരെ ഫസ്റ്റ് ടൈം നമ്മൾ ടിക്കറ്റ് വെരി ഇമ്പോർട്ടൻറ്റ്, നിങ്ങളുടെ ടിക്കറ്റ് ആ ടിക്കറ്റ് വേണം, കയറാനും വേണം, ഇറങ്ങാനും വേണം. ഇൻ കേസ് ആരെങ്കിലും ടിക്കറ്റ് ലോസ്റ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ വേറെ പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് കാരണം ടിക്കറ്റ്സ് ഒരിക്കലും നിങ്ങളുടെ ജാക്കറ്റിൽ വെക്കരുത്. ഇഫ് ഇറ്റ് ഇസ് സിബുള്ള ജാക്കറ്റ് ഒക്കെ ആണെങ്കിൽ ഓക്കെ. അതല്ലാത്ത ജാക്കറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അത് കാണാതെ പോയി കഴിഞ്ഞാൽ യു വിൽ ഹാവ് ടു പർച്ചേസ് എ ഡിഫറെന്റ് ടിക്കറ്റ്. സോ പ്ലീസ് അത് നോട്ട് ചെയ്യുക. ടിക്കറ്റ്സ് എപ്പോഴും നിങ്ങളുടെ ബാഗിൽ വെക്കുക. ഓക്കെ, സോ ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് വൺസ് യു റീച്ച്, ഇപ്പൊ നിങ്ങൾ എങ്കിൾബർഗിലേക്ക് കടക്കും. എങ്കിൾബർഗ് നമ്മളിപ്പോൾ ആദ്യം പോകുന്ന പോയിന്റ് ആണ് എങ്കിൾബർഗ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ വെരി സ്മോൾ വില്ലേജ്, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ വില്ലേജ്. സോ ഇങ്ങനെ ഇപ്പൊ ഈ ഒരു ഇത് നിങ്ങളിപ്പോൾ വിന്ററിലൊക്കെ വരുന്നെങ്കിൽ ഇവിടെ ഫുള്ള് സ്നോ, ബോത്ത് സൈഡ്സ്. അത്രയും സ്നോ ഉള്ള ടൈം ആണെങ്കിൽ, അല്ലെങ്കിൽ മുകളിൽ ഇതൊക്കെ ഉണ്ടാവും. സോ നമ്മൾ ഫസ്റ്റ് കേബിൾ കാർ എടുക്കുന്നു. ഫസ്റ്റ് നിങ്ങൾ എസ്കലേറ്റർ എടുക്കുന്നു. അവിടെ നിന്ന് ഫസ്റ്റ് കേബിൾ കാർ എടുക്കുന്നു. ആൻഡ് ദ കേബിൾ കാർ വിൽ ടേക്ക് യു ടു ദ ഫേസ് 1. ഓക്കെ, ട്രപ്സിൽ ആരും ഇറങ്ങുന്നില്ല. ആദ്യം കേബിൾ കാർ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കേബിൾ കാറിൽ അധികം ആൾക്കാരില്ലെങ്കിൽ നിങ്ങളുടെ കേബിൾ കാറിലേക്ക് അടുത്ത ആൾക്കാർ കയറും. ഇൻ കേസ് അത് പാക്ഡ് ആണെങ്കിൽ ഒന്നുമില്ല, നിങ്ങൾ അവിടെ തന്നെ ഇരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് കേബിൾ കാർ മുകളിലേക്ക് പോകുന്നു. ഓക്കെ, സെക്കൻഡ് ഫേസിൽ എല്ലാവരും ഇറങ്ങുന്നു. എന്നെ കാണുന്നു, യു വിൽ ഗെറ്റ് ഡൗൺ. ഇറങ്ങി കഴിയുമ്പോൾ അവിടെ ഞാൻ കൗണ്ട് എടുക്കുന്നു. നമ്മൾ പിന്നെയും ഒന്നുകൂടെ നിങ്ങളുടെ ടിക്കറ്റ് സ്കാൻ ചെയ്യുന്നു, പിന്നെയും എൻട്രി ചെയ്യുന്നു, ഒന്നുകൂടെ ടിക്കറ്റ് സ്കാൻ ചെയ്യുന്നു, ഒരുമിച്ച് നിൽക്കുന്നു. ആൻഡ് റൊട്ടയർ കേബിൾ കാർ എടുക്കുന്നു. റൊട്ടയർ കേബിൾ കാറിൽ എല്ലാവരും ഒരുമിച്ച് കയറുന്നു. എന്നിട്ട് അത് മുകളിലേക്ക് എത്തുന്നു. ഒരു ബിൽഡിങ്ങിലേക്ക് എത്തുന്നത് അത് ഗ്രൗണ്ട് ഫ്ലോറിൽ വന്ന് നിൽക്കുന്നു. 5 നിലകളുള്ള ബിൽഡിംഗ് ആണ്. അതിന്റെ അകത്ത് നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും. അതിന്റെ ടൈം ഞാൻ പറയാം. ഗ്രൗണ്ട് ഫ്ലോറിൽ എല്ലാവരും ഓൺ ടൈം തന്നെ മീറ്റ് ചെയ്യണം. കാരണം നമുക്ക് തിരിച്ച് കേബിൾ കാർ എടുക്കണം ടു ട്രപ്സിയിലേക്കാണ് നമ്മൾ അടുത്ത കേബിൾ കാർ എടുക്കാൻ പോകുന്നത്. ആരും താഴത്തേക്ക് പോകരുത്. എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ഗ്രൗണ്ട് ഫ്ലോറിൽ. ആൻഡ് കാരണം ഗ്രൗണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക്, നിങ്ങൾ അറിയാതെ വല്ല ഗ്രൗണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് വരാൻ ഒരുപാട് ടൈം എടുക്കും. സോ ഡോണ്ട് വറി. അതും എൻ്റെ ഫോൺ ഇപ്പം നെറ്റ് ഓഫ് ആയി കിടക്കും കേട്ടോ. അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് എന്നെ റീച്ച് ചെയ്യാനെനിക്ക് ഇന്റർനാഷണൽ നമ്പറിൽ വിളിച്ചാൽ കിട്ടും. സോ അവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ നിൽക്കുന്നു. അവിടെ അതിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഐസ് കേവ്. ഓക്കെ, സോ നിങ്ങളുടെ ഷൂസ് ഗ്രിപ്പ് ഉള്ളതാണെന്ന് വിചാരിക്കുന്നു. പതുക്കെ നടന്നാൽ മതി. ടേക്ക് യുവർ പേസ്. പതുക്കെ നടന്നിട്ട് നിങ്ങൾ ഐസ് കേവ് കംപ്ലീറ്റ് ചെയ്യുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ടേക്ക് ദ ലിഫ്റ്റ് ടു ദ 5th ഫ്ലോർ.
അപ്പോൾ ഇങ്ങനെ ടിറ്റ്ലിസ് മൗണ്ടനിൽ കേബിൾ കാറിലാണ് പോകേണ്ടത് കേട്ടോ. കുറേ ലെവലുകളുണ്ട്, ലെവൽ 1 ലെവൽ 2 എന്നൊക്കെ പറഞ്ഞ് കുറേ ലെവലുകളുണ്ട്. അപ്പോൾ അങ്ങനെ അതിന് ടിക്കറ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. അങ്ങനെ എലിസബത്ത് ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുക. നല്ല ക്യൂ ഉണ്ട്. ടെമ്പറേച്ചർ ഇപ്പോൾ സമയം എന്തായി? അയ്യോ 8:15 ഉള്ളോ? 8:15 8:15 10:20 10:20 ടെമ്പറേച്ചർ. അതെ 10:20. ടെമ്പറേച്ചർ എത്ര? ടെമ്പറേച്ചർ ഒരു നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും 9 ഡിഗ്രി ആണ് കാണിച്ചത്. ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ചും കൂടെ കുറവായിരിക്കും ടെമ്പറേച്ചർ. ഇപ്പോൾ നമ്മുടെ ജാക്കറ്റ്, തെർമൽ, ഷൂസ്, സോക്സ് ഇതെല്ലാം കരുതുക എന്നുള്ളതാണ് ടിറ്റ്ലി മൗണ്ടനിലേക്ക് കയറുമ്പോൾ. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇൻഡിവിജ്വൽ പാസ് വേണം. പനി എലിസബത്ത് അത് എടുക്കാൻ പോയിരിക്കുകയാണ്. എലിസബത്ത് എത്തി. ലൈനിൽ ക്യൂവിൽ നിൽക്കണം എന്നാണ് പറയുന്നത്. നമുക്ക് സ്കൂൾ കുട്ടികളെ പോലെ ലൈൻ നിൽക്കുകയാണ്. എലിസബത്തിൻ്റെ ബാക്കിൽ നമ്മളിങ്ങനെ പോവാണ്. ഓക്കെ, സിംഗിൾ ലൈൻ ഫോം ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് എലിസബത്ത്. അതെ, എൻ്റെ പാസ്വേഡ് കാണിച്ചു വെച്ചോണേ, എൻ്റെ കയ്യിൽ മിസ്സാവും. അയ്യോ ഇത് നമ്മൾ ലൈൻ ഫോം ചെയ്യുമ്പോൾ നിങ്ങൾ വേറെ ലൈൻ ഫോം ചെയ്യുവാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബാക്കിലായി. അങ്ങനെ നമ്മൾ ലൈനൊക്കെ ഫോം ചെയ്യുക. സിംഗിൾ ലൈനായിട്ടാണ്. ചേച്ചി അവിടെ നോക്കിയത് ഇങ്ങനെ ഗ്രൂപ്പിലെ കുഞ്ഞുവാവ സ്വെറ്ററൊക്കെ ഇട്ട് ഇങ്ങനെ കോട്ടയത്ത്. നിൽക്കുകയാണ്. ഇന്ത്യൻ ഫ്ലാഗ് കാണിച്ചോളൂ. ഇന്ത്യൻ ഫ്ലാഗ് കണ്ടപ്പോൾ വളരെ സന്തോഷം. പ്രത്യേകിച്ച് ഈ സമയത്ത് ഇന്ത്യൻ ഫ്ലാഗ് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു സന്തോഷം വരിക എന്നുള്ളതാണ്. എട്ട് പേര് പറ്റി. 2 ലൈനായിട്ട് കയറാൻ പറ്റില്ല. ഏടാനും കിട്ടിയ കൊള്ളായിരുന്നു. 2 ലൈൻ. വിശാലമായിട്ട് ശ്രീദേവി മാമിന് വീഡിയോ എടുക്കാം.
ഓക്കെ, സോ ആ ഒരു ചെല്ലുന്ന സ്ഥലത്ത് നിങ്ങൾ ലിഫ്റ്റ് കാണും. അതാണ് ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത്. 1 എഴുതിയിട്ടുണ്ട് ആ ലിഫ്റ്റിൽ. ഓക്കെ, മാക്സിമം അവിടെ നിന്നാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. എത്ര മണിക്കാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ 12 മണിക്കായിരുന്നു. ഞാനിപ്പോ ലഞ്ച് എക്സ്റ്റെൻഡ് ചെയ്തു, നടക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം കിട്ടില്ല. അപ്പോ ടൈം കീപ്പ് ചെയ്യണം. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കി പറയുന്നില്ല. ഓക്കെ, സോ ഷാർപ്പ് 12:25 12:25 എല്ലാവരും ഫസ്റ്റ് ഫ്ലോറിലുണ്ടാവണം. ഫസ്റ്റ് ഫ്ലോർ അല്ല, നമ്മുടെ ബിൽഡിംഗിൽ 1ാമത്തെ ഫ്ലോറിലുണ്ടാവണം. ഗ്രൗണ്ട് എന്ന് വെച്ചാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ അടുത്തേന് അല്ല ഇതുവഴി വരുന്നുണ്ട്. പറഞ്ഞ ഇതുവഴിയാണ്. ഒന്ന് അപ്പുറത്തും ഇപ്പുറത്താണ്. ഇത് എങ്ങനെ അത് മോളിക്കൂടെ വണ്ടി ഓടുന്നത് അടുത്ത വരുന്നുണ്ട്. നല്ല സ്പീഡിൽ പോയി. ആ അതാ അടുത്ത വരുന്നുണ്ട് ഇപ്പുറത്ത്. നമ്മുടെ ഈ വെറുതെ കയറും മുന്നോട്ടാണ്. അവിടെ 5 പേരെന്ന് പറഞ്ഞു. ശരിക്കും പാരാഗ്ലൈഡ് ചെയ്യുന്നത് അല്ലേ? പിന്നെ ഈ കൂടെ ഇതുകൂടെ ചെയ്തേച്ചൊക്കെ പോകാമെന്നാണ്. ഭയങ്കരമല്ലേ, തണുത്ത് ഉറച്ചു പോകല്ലേ. മഞ്ഞ് കുറവാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇറക്കിയത് ഫുള്ളി പാക്ക് ഉണ്ട്. അപ്പുറത്ത് വരും, ഇറങ്ങണ അപ്പുറത്താണ്. വലിയ വണ്ടിയാണല്ല, കാണുമ്പോൾ ചെറിയ കൈ കാണിക്കുന്നത്. കൈ മാറ്റാൻ പറ്റില്ല. കൈ മാറ്റാൻ കൈയൊക്കെ ഇപ്പം സൂപ്പായി വരും എൻ്റെ ഇടയിൽ. ഇവിടെ ഇവിടെ നടക്കുന്നത്. ആ ഇതിലോട്ടാവും. അവരിപ്പോൾ ഇറങ്ങും. ഇത് വേണേ എടുത്തു, എല്ലാരും കിട്ടും. ഫോട്ടോ എടുക്കണം, ഇപ്പൊ എടുത്തോ. ഇവിടെ നിന്ന് മാറി. Okay, please wait one moment. This lady lost her bag. Let her in, please. And she's going to get her bag and then she's going, okay? ഇരിക്കാനൊന്നുമില്ല കേട്ടോ, നിൽക്കണം ഇവിടെ. ഇല്ല വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. കയറട്ടാ, Thank you. ഇരിക്കാനൊന്നുമില്ല കേട്ടോ. ഇവിടെ നടന്നോ? എന്നെ പിടിച്ചോണേ, രണ്ട് കൈ ഒക്കുപ്പായിട്ടാ. അങ്ങനെ എനിക്ക് പിടിക്കാൻ പറ്റില്ല, പിടിച്ചോണോ. സ്കൂളിലോട്ടല്ലേ ഇത് പോകണം. അങ്ങനെ പറഞ്ഞുണ്ടാകും. കിട്ടുമല്ലോ.
ഉണ്ടോ ആദ്യമേ ഗ്രിപ്പുള്ള ഷൂ ഇടണം എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നത് കൊണ്ട് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. കണ്ടോ ഫുൾ ഐസാണ്, നല്ല ഗ്ലേഷ്യർ ഐസാണ്. തെന്നി ജസ്റ്റ് ഷൂ ഞാനൊന്ന് സ്ലിപ്പാക്കി നോക്കിയതേ ഉള്ളൂ. ഷൂറെന്ന് പറഞ്ഞ് പോവുകയും ചെയ്യും, നമ്മൾ വീണ് കഴിഞ്ഞാൽ നട്ടലുറക്കം പൊട്ടുകയും ചെയ്യുമായിരിക്കും. നല്ല കല്ല് പോലെയാണ് ഇരിക്കുന്നത്. വളരെ കാര്യം എനിക്ക് 3-4 വീഴ്ചയും 3-4 ഫ്രാക്ചറും ഒക്കെ ഇതിൻ്റെ ഇടയിൽ തന്നെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് കൊണ്ട് ഞാൻ വളരെയധികം ശ്രദ്ധിച്ചാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. തണുപ്പില്ലയോ? വെള്ളമൊന്നും ഇതാവുന്നില്ല. പാറ കല്ല് പോലെയായി.
അത് വണ്ടി പാഞ്ഞു വരുന്നു. ഇവിടെ അത് നിക്ക് നിന്റെ പേര് സ്ഥലം ബുച്ചർ. പ്രോപ്പർ സ്ഥലത്തിന്റെ പേര് പ്രോപ്പറായിട്ട് സ്ഥലത്തിന്റെ ബുച്ചർ. ബുച്ചർ എന്ന് പറയുന്ന സ്ഥലം സ്വിറ്റ്സർലാൻഡ് ബുച്ചർ. ഇവിടെയാണ് സ്വിസ് വാച്ചൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റുന്നത്. ഇവിടെ 2 ലേക്ക് ഉണ്ട്. ഏതൊക്കെയാണ് 2 ലേക്ക്? ലൂസോൺ ലേക്കും പിന്നെ സ്യൂസ് റിവറും ആണ്. ഇവിടെയാണ് നമ്മൾ സിറ്റി ടൂർ അല്ല സ്വിറ്റ്സർലാൻഡ് സിറ്റി ടൂർ ലുസോൺ സിറ്റി ടൂർ കേട്ടോ. അപ്പം നമ്മൾ ലുസോൺ സിറ്റി ടൂറിന് വന്ന് നിൽക്കുകയാണ്. Omega, Jaguar. Tell me, you see all these buttons? വാച്ചസ് അല്ലാതെ വേറെ പല ഷോപ്സുകളിൽ എടുക്കാം. പിന്നെ ലാസ്റ്റ് മതി വാഷ്റൂം. അവിടെ നമ്മൾ പോകുന്ന എല്ലാ സ്ഥലത്തും എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും ഒരു സോനിയാവ് നമ്മൾ മേടിക്കാറുണ്ട് പോയെടുത്തു എന്നുള്ള എല്ലാം. അപ്പം അതിന് ഈ ഒരു മാർക്കറ്റ് നല്ലതെന്ന് പറഞ്ഞേ നോക്കാം. നീ ഇതാണെങ്കിൽ കണ്ടുകൂടാ എനിക്ക് നോക്കൂ. അങ്ങനെ എത്ര നോക്കാം.
എഴുതിയിരിക്കുന്നത്? മറ്റേ ക്രോൺ അത് നമ്മളങ്ങനെ പറഞ്ഞു ഫ്രാങ്ക് കൂടുതലാണ്, മറ്റേനെക്കാട്ടി കൂടുതലാണ്, യൂറോയെക്കാട്ടി ചെറിയ വ്യത്യാസം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു 3.5, 6, 4 ആ റേഞ്ചിലൊക്കെ ഉണ്ടോ സോണറി കിട്ടുവേ. ബാക്കി ഒക്കെ ഭയങ്കര കോസ്റ്റാണ് ഇവിടെ. അപ്പോൾ സ്വിറ്റ്സർലാൻഡ് മണി യൂറോയെക്കാളും കുറച്ചും കൂടെ കൂടുതലായിരിക്കുമേ. ഇപ്പോൾ യൂറോ 980 എന്നൊക്കെ പറഞ്ഞാൽ ഒരു 9,000 അല്ല 900 സംതിങ് വരുമല്ലോ. അതിനേക്കാളും കുറച്ചും കൂടെ കൂടും. ഇത് റിവറിലേക്ക്, ഇത് റിവറല്ലേ? എന്തോ റിവറ് അതിന്റെ കൂടെ Swiss river. ഇത് വൺ ഓഫ് ദ മോസ്റ്റ് ഓൾഡസ്റ്റ് വുഡൻ ബ്രിഡ്ജ് ഇൻ യൂറോപ്പ് കേട്ടോ. അത് 1333 ആണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. വെപ്പൺസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇതൊക്കെ എലിസബത്ത് പറഞ്ഞുള്ള അറിവാണേ. പിന്നെ ഇടയ്ക്ക് 1999 കൊണ്ടൊരു തീപിടുത്തം ഉണ്ടായി. പിന്നെ അതെല്ലാം കഴിഞ്ഞത് മുടി റിനോവേറ്റ് ചെയ്ത് അങ്ങനെയുള്ള വുഡൻ ബ്രിഡ്ജാണ്. അപ്പോൾ നമുക്കിത് കയറി അപ്പുറത്ത് പോകണമെന്നുണ്ട്, പക്ഷെ ഇപ്പോൾ സമയമില്ല. നമുക്കെല്ലാം കറക്റ്റ് ടൈമിങ് ഫിക്സ് ചെയ്തിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് റിവർ, ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ലുസോൺ ലേക്ക് വരുന്നത്. റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ ലേക്കിലോട്ട് പോവാം. ഓക്കെ, ലേക്കിലോട്ട് പോവാവേ. ലുസോൺ ലേക്ക്. ലുസോൺ സ്വിറ്റ്സർലാൻഡിലെ ഒരു പ്രധാന സിറ്റിയാണ് ലുസോൺ. ഇവിടെ ക്രോസ് ചെയ്യുന്നൊക്കെ നമ്മുടെ നാട്ടിലെടുത്ത് ചാടണ പോലെ ഒന്നും ചാടാൻ പറ്റുകയല്ല. സിഗ്നൽ ഉണ്ട്. എല്ലായിടത്തുണ്ട് കേട്ടോ ചീത്തവിളിയൊക്കെ. ക്രോസ് ചെയ്തിട്ട് അങ്ങ് പോയിട്ട് അവിടെ കൂടെ ഇവിടെ ഉണ്ട് കട്ട് ചെയ്ത് കയറുന്ന പരിപാടി. The Luzon Lake. ആൽഗയൊക്കെ കാണാൻ കേട്ടാ. ആൽഗി അല്ല, പാറക്കല്ലാണ്. നല്ല വെള്ളമാണ്, താറാവ് പറിക്കുന്നുണ്ട്. താറാവിടെ ഫോട്ടോ എടുത്തത്
അപ്പോൾ 4 മണിക്ക് നമ്മൾ ഇറങ്ങിയ പോയിന്റിൽ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം ഇങ്ങനെ ഡിസ്പോസ്ഡ് ആയിപ്പോയി. ഓരോ ഷോപ്പിംഗ് മോളിലും ഇങ്ങനെയൊക്കെ ആയിട്ട് ഫോട്ടോ സ്പോട്ടിലും ഒക്കെ ആയിട്ട് മാറിയപ്പോൾ എല്ലാവരും ഇനി ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ 4 മണിയല്ലേ ഈ പള്ളിക്ക് എന്താ പ്രത്യേകത? ഒരു ഫേമസ് പള്ളിയാണ്.